ഹായ് അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിലി വ്ളോഗാണ്. വ്ളോഗൊന്നും അല്ല. ഇന്നെൻ്റെ ആങ്ങള ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അവൻ 2 വർഷമായി ബഹ്റൈനിൽ പോയിട്ട്. അന്നേരം അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുമായിരുന്നു. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ മോനും റെഡിയാക്കി. ഞാനും ഇക്കായും മോനും കൂടെ ആദ്യം ഇക്കയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് വാപ്പായും കൂടെ കൂട്ടി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഏകദേശം ഒരു 5 മണിയായപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാപ്പ അപ്പോഴത്തേക്ക് റെഡി ആയിട്ട് നിന്ന് അങ്ങനെ മോനും വാപ്പായായിട്ട് പിന്നെ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ വാപ്പ ഞാൻ വീട്ടിൽ എടുക്കുന്നതിന് കളിയാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് നേരം മോൻ വാപ്പയുടെ കയ്യിൽ തന്നെ ആയിരുന്നു. കുറേ ദിവസമായില്ലേ അവനെ എടുത്തിട്ട്, അതുകൊണ്ട് വാപ്പ തന്നെ എടുക്കണമെന്നും പറഞ്ഞ് നിർബന്ധമായിരുന്നു. അങ്ങനെ പിന്നെ ഒരു സന്ധ്യ ആയപ്പോഴത്തേക്ക് അവൻ്റെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 6:50-നാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. തിരുവനന്തപുരം എയർപോർട്ടിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് തിരുവനന്തപുരം റോഡ് സൈഡിലൊക്കെ നല്ല ലൈറ്റ് സെറ്റിങ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തി. മോനപ്പോഴത്തേക്ക് നല്ല ഉറക്കമായിരുന്നു. പിന്നെ അതുകൊണ്ട് അധികം നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആങ്ങളെ ഒരു 7:15 ആയപ്പോഴത്തേക്ക് അവൻ എയർപോർട്ടിന് പുറത്തിറങ്ങി. കുറേ നാൾ കൂടി കാണുന്നതാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഏതൊരു കൂടപ്പിറപ്പ് നമ്മൾ കുറേ നാൾ കൂടി കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ് നല്ല മിസ്സിങ് ആയിരുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ നല്ല ചിരിയായിട്ട് നല്ല ഒരു ഹാപ്പി ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ പിന്നെ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഇടയ്ക്ക് അതെല്ലാം മറന്നുപോയി. പിന്നെ അവനെയും കൂട്ടി ഞങ്ങൾ കാറിലോട്ട് പോകാൻ നേരത്ത് ഇങ്ങനെ ഉപ്പാടെ കയ്യിലിരുന്ന് ഇങ്ങനെ കയ്യിൽ ഉറിഞ്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളിപ്പം ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കാരുടെ വീട്ടിൽ പോകുന്നൊരു ചടങ്ങുണ്ടല്ലോ. അങ്ങനെ അവനെയും കൂട്ടി ഞങ്ങളുടെ മാമാമാരുടെ വീട്ടിലൊക്കെ പോയി. അങ്ങനെ പോയപ്പോഴത്തേക്ക് ഒരാളുടെ വീട്ടിൽ എൻ്റെ ഇളയ മാമയുടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ പിന്നെ അവൻ്റെ കിഴക്കുമുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വന്ന്. അങ്ങനെ മോനെ അവിടുത്തെ കട്ടിലെ ചരിച്ച് കിടത്തിയത്. അങ്ങനെ ഇപ്പോൾ ഒരു ചെറിയൊരു കമന്ന് വീഴാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ചരിഞ്ഞൊക്കെ പോവാറുണ്ട്. അങ്ങനെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. ഒരാളുടെ ബർത്ത്ഡേ ആണെങ്കിൽ ഒരാൾ കേക്ക് മുറിക്കുമ്പോൾ അടുത്ത ഇളയാൾക്കും കൂടെ വിഷമമാവണ്ടെന്ന് വെച്ചിട്ട് 2 പേരും കൂടെ ആയിരുന്നു കേക്ക് മുറിച്ചത്. എന്നിട്ട് മോക്കോട് അവ കൊടുക്കട്ടെ. ഇപ്പൊ 9 ടൈമാണ്. കേട്ടതല്ലേ?